പോലീസ് എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയം മാറുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല എന്നൊരു മിനിമം കൺസേൺ നമുക്ക് ആ സംവിധാനത്തെ കുറിച്ച് ഉണ്ടാവേണ്ടേ? ഇത്രയും കാലം, ഇതിപ്പോൾ കൊല്ലം എത്രയായി, ഇത്രയും കാലം എന്തുകൊണ്ട് ആ ദൃശ്യങ്ങളില്ല എന്ന് പോലീസിന് കോടതിയിൽ പോയി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാടായ നാട് മുഴുവനും, ചാനലായ ചാനലുകൾ മുഴുവനും സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ പോലീസിന് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തൊരു ഉത്തരവാദിത്ത രാഹിത്യമാണ്? അത് ചെയ്യാൻ കഴിയുന്നത് ആരുടെ തുണ കൊണ്ടാണ്? അല്ല, പോലീസിന് ദൃശ്യം കിട്ടിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. മാധു സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യമുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചിട്ട് പുതിയ ഗവൺമെൻറ് സമീപനം സ്വീകരിക്കാം. ഒരു മുഖ്യമന്ത്രി, ഇന്നിപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഒരു ബഹുജന പ്രതിഷേധം ഉണ്ടായാൽ അത് മനസ്സിലാക്കാം. അവിടെ പോലീസിന് വണ്ടി നിർത്തുന്നതിന് പറ്റും, ഇറങ്ങി അത് പ്രതിരോധിക്കുന്നതിന് പറ്റും. പക്ഷേ ഇരുളിൽ നിന്നോ അല്ലെങ്കിൽ ഒളിവിൽ നിന്നോ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് ചാടി പോലീസ് വാഹനത്തിന്റെ മുമ്പിൽ വീണാൽ, മുഖ്യമന്ത്രിയുടെ വണ്ടി ഇടിച്ച് മരിച്ചാൽ നമ്മുടെ കേരളത്തിലുണ്ടാകാവുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു സമീപനമല്ല അവിടെ സ്വീകരിക്കേണ്ടത്. സമരം നടത്തേണ്ടത് മാവോയിസ്റ്റുകൾ നടത്തുന്ന പോലെയല്ല സമരം നടത്തേണ്ടത്. അല്ല, ഞാൻ ന്യായീകരിക്കുന്നില്ല, ഞാൻ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിക്കുകയാണ് ഡോക്ടർ ഗോപൻ ചെയ്യുന്നത്. പച്ചയ്ക്ക് ഞങ്ങളിത് ഇന്നെന്തെങ്കിലും തുടങ്ങിയ പരിപാടിയല്ല. ഇത് നുണ പറച്ചിലേ മാധ്യമങ്ങളുടെ മുന്നിലാണെങ്കിലും ജനങ്ങളുടെ മുന്നിലാണെങ്കിലും ഞങ്ങൾക്ക് നുണ പറയാനായിട്ടൊരു മടിയില്ല. അത് ഇവരുടെ ഒരു ക്വാളിറ്റിയാന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങൾ എത്ര പേര് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്? അതിൽ പട്ടാപ്പകലാണ് ആ ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ഇരുട്ടിൻ്റെ മറവിലോ ഒളിവിൻ്റെ മറവിലോ അല്ല വന്ന് ചെയ്യുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചോളം നുണ പറയാന്ന് പറയുന്നത് ഇവർക്കൊരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്.